സഹോ, ഞാനിപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ണൂർ ജില്ലയിൽ ഉദയഗിരി പഞ്ചായത്തിൽ മൂരിക്കടവ് എന്ന പ്രദേശത്തേക്കാണേ. നിങ്ങൾ കണ്ടു നോക്കൂ ഇവിടുത്തെ അവസ്ഥ. ഇത് കണ്ട, ഇത് നേരെ മൂരിക്കടവിലേക്ക് പോകുന്ന റോഡാണ്. മൂരിക്കടവിലേക്ക് അവിടെ ഒരു 200-300 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിന്ന് വരുന്ന ടാറിങ് റോഡാണിത്. അവിടെ ഇത് കണ്ട, മേളിൽ നിന്ന് വരുന്നൊരു ടാറിങ് റോഡ്. ഇത് കൊണ്ട് നിർത്തിയിരിക്കുന്ന പുഴയിലോട്ട് എൻഡിലേക്കാണ്. ഇത് തിരിച്ച് പോകുന്നത് നേരെ ചീക്കാടേക്കും. ഇത് കണ്ടോ, ഈ കല്ല് നിരത്തിയ റോഡേ പോയി നേരെ കയറുന്നത് ഇവിടെ കോൺക്രീറ്റ് കൊണ്ട് നിർത്തിയിരിക്കണേ. ഇത് നേരെ ചീക്കാടേക്കാണ്. ഇവിടെ പ്രശസ്തമായ ചീക്കാട് അമ്പലമുണ്ട്, ക്രിസ്ത്യൻ ദേവാലയമുണ്ട്. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്ന ചീക്കാടാണ്. ഇത് അക്കരെയുള്ള നിവാസികൾക്ക് ഇതിലെ ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ, അക്കരെ ഇക്കരെ കിടക്കണമെങ്കിൽ ഈ മഴവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഈ ചപ്പാത്തിൽ കൂടെ മാത്രമേ നടക്കാൻ പറ്റുകയുള്ളൂ. മഴക്കാലത്ത് ഇത് കുത്തി ഒലിച്ചു പോകും. മുകളിലായിട്ട് ഇവർക്ക് യാത്ര ചെയ്യാൻ, ഈ നാട്ടുകാർക്ക് യാത്ര ചെയ്യാൻ ഒരു ചെറിയ കലുങ്കുണ്ട്. വലിയ മഴക്കാലത്ത് ഇതിലെ ഒരു യാത്രക്കാരൻ നടന്നു പോകുമ്പോൾ അബദ്ധത്താൽ തെന്നി വീണെങ്കിൽ നേരെ കുപ്പം പുഴയിലായിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്ന അത്ര അവസ്ഥയാണ് ഈ നാടിൻ്റെ. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളോട് ഈ നാട്ടുകാർ എന്ത് തെറ്റ് ചെയ്തു? വാഗ്ദാനങ്ങൾ കൊടുത്ത് ഈ നാട്ടുകാരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ വാഗ്ദാനം കൊടുക്കും, ഞങ്ങൾ ഈ കൊല്ലം തരുമെന്ന്. എവിടെ കിട്ടാൻ? നാട്ടുകാരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഈ കലിങ്കിൻ്റെ ഈ ചപ്പാത്ത് മാറ്റി ഈ നാട്ടുകാർക്ക് നടക്കാൻ പറ്റിയ ഒരു വണ്ടി യാത്രക്കാർക്ക് വണ്ടി ഇതിലെ പോകാൻ ഉള്ള സൗകര്യമൊരുക്കി ചെറിയൊരു പാലം പണിത് കൊടുക്കണമെന്ന് ഈ നാട്ടുകാരുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. ദയവ് ചെയ്ത് ഇനിയും വരുന്ന ഗവൺമെൻറ് അതൊന്ന് ചെയ്തു കൊടുത്താൽ ഈ നാട്ടുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും അത്. ദയവ് ചെയ്ത് ഈ നാട്ടുകാരുടെ വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹം ഇവിടെ ഒരു പാലം വേണമെന്നുള്ളത് അത് ചെയ്തു കൊടുക്കണമെന്ന് സഹോയുടെ അഭ്യർത്ഥനയല്ല, നാട്ടുകാരുടെ വർഷങ്ങളായിട്ടുള്ള അഭ്യർത്ഥനയാണ് ഇത്. ഇനി മറ്റൊരു വിഷയമായി നിങ്ങളുടെ സഹോ.